മനതലങ്ങളിൽ മഹിത ദർശനങ്ങളുടെ മലർവാടിയായി മാറി മാനവ മനോമലർവാടിയിൽ മന്ദകാന്തിയുടെ മന്ദഹാസം പൊഴിച്ച് മിന്നിത്തിളങ്ങുന്ന ജാജ്വല താരകം അഖില ലോകത്തെയും സർവവസ്തുക്കളെയും സൃഷ്ടിക്കാൻ കാരണക്കാരനായ ആരംഭ റസൂൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സത്യവിശ്വാസികൾ സ്വജീവിതത്തെക്കാൾ ഉപരിയായി പ്രേമിക്കുന്ന മുത്തുനബിയെ വഹാബി പാതിരിവർഗം പരിഹസിക്കുകയാണ്, വിമർശിക്കുകയാണ്. വഹാബികളുടെ നബി വിരോധ പരിഹാസ ആക്ഷേപത്തിനെതിരെ സുന്നി പണ്ഡിതന്മാർ നടത്തിയ പ്രൗഢമായ പ്രഭാഷണത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നേരിൽ കാണുക. പടയോട്ടം. നബിയെ ബഹുമാനിക്കുന്നവരാണ് വിജയികൾ, അവരാണ് മോചിതർ, അവരാണ് വിജയികൾ, അവരാണ് മുസ്ലിമീങ്ങൾ, അവരാണ് മുഅ്മിനീങ്ങൾ. എന്നാൽ പുത്തൻവാദികൾ എന്ത് ചെയ്തു? പുത്തൻവാദികൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അപമാനിക്കുന്നു, നബിയെ അപമാനിക്കുന്നു. ഔലിയാക്കളുടെ, ഔലിയാക്കന്മാരുടെ, സ്വാലിഹീങ്ങളുടെ, ശുഹദാക്കളുടെ മാർഗം വിട്ടിട്ട് പുത്തൻ വാദങ്ങളിലേക്ക് ഇന്ന് സമൂഹം വ്യാപകമായിരിക്കുകയാണ്. സമൂഹം മഹാന്മാരെ അനാദരിക്കുകയാണ്, മഹാന്മാരെ നിന്ദിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. ഏതുവരെ എന്നറിയാമോ? മഹാനായ മുത്തു മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി ജീവിച്ചു, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി മരിച്ചു. മരണസന്ദർഭത്തിൽ പോലും അവിടുന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ച് നമുക്ക് ഓർമ്മ നൽകി. ആ മുത്തു മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അപമാനിക്കുകയാണ് പുത്തൻവാദികളായ ആളുകൾ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അപമാനിക്കുകയാണ് പുത്തൻവാദികളായ ആളുകൾ. കേട്ടില്ലേ? പുത്തൻവാദികളായ ആളുകൾ മുഹമ്മദ് നബിയെ അപമാനിക്കുകയാണ്. ലോകത്ത് ആദ്യമായി അള്ളാഹു സൃഷ്ടിച്ചത് തിരുനബിയുടെ പ്രകാശത്തെയാണ് എന്നാണ് ഇസ്ലാമിക വിശ്വാസം. എന്നാൽ വഹാബി പാതിരി പരസ്യമായി ഇസ്ലാമിക വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നു. ഖബല ഖൽഖിൽ ആലം, ആലമിനെ പടക്കുന്നത്. ആലം എന്ന് പറഞ്ഞാൽ എന്താ? മാസിവൽ ബാരി സുബ്ഹാനഹു, അല്ലാഹു സുബ്ഹാനഹു തആലക്ക് പുറമെയുള്ളതെല്ലാം ആലമാണ്. അപ്പൊ അല്ലാഹ് കഴിഞ്ഞാൽ പിന്നെ ആദ്യം പഠിച്ചത് റസൂലുള്ളാഹിന്റെ നൂറാണ്. ഇത് കള്ളക്കഥയാണ്, ഇത് കള്ളക്കഥയാണ്. അല്ല, ഇത് ശുദ്ധ ഹദീസാകുന്നു, കള്ളക്കഥയല്ല മൗലവി. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറിനെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് പറയുന്ന ഹദീസ് പണ്ഡിതന്മാർ, ഒരുപാട് പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂലിനെയാണ് ആദ്യമായി സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് പറയുന്ന ഹദീസ് ഹിജ്റ 211 ബഹുമാനപ്പെട്ട ഹാഫിള് അബ്ദുർ റസാഖ് സ്വഹീഹുൽ ബുഖാരിയുടെയും മുസ്ലിമിന്റെയും ഒക്കെ രചയിതാക്കളായ ഇമാം ബുഖാരിയുടെയും മുസ്ലിമിന്റെയും ഉസ്താദാണ്. ആ ഹാഫിള് അബ്ദുർ റസാഖിൽ അദ്ദേഹത്തിന്റെ മുസന്നഫ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഈ ഹദീസ് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എന്താണ് ഹദീസ്? ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹുവിനെ ഉദ്ധരിക്കുന്നു. ജാബിർ ചോദിച്ചു, നബിയേ അഖ്ബിർനി അൻ അവ്വലി ശൈഇൻ ഖലഖഹുല്ലാഹ്, അല്ലാഹു സൃഷ്ടിച്ച വസ്തുക്കളിൽ വെച്ച് ആദ്യത്തേത് ഏതാണ് നബിയേ എന്ന് ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി, അത് നൂറു നബിയിക യാ ജാബിർ ഖാല റസൂലുള്ളാഹി, അത് ജാബിറേ നിന്റെ പ്രവാചകരുടെ നൂറിനെയാണ് ആദ്യമായി അല്ലാഹു സൃഷ്ടിച്ചിട്ടുള്ളത്.
എന്നാര് പറയുന്നു? റസൂലുള്ള മറുപടി പറയുന്നു. ഈ ഹദീസ് ഇമാം അബ്ദുർ റസാഖ് തന്റെ മുസന്നഫിൽ രേഖപ്പെടുത്തി വെക്കുന്നു. അള്ളാന്റെ റസൂലിന്റെ നൂറിനെയാണ് അള്ളാഹു ആദ്യമായി പടച്ചിട്ടുള്ളത് എന്ന ഈ ആശയം ഹദീസിലുള്ളതാണ്. മങ്കൂസ് ബോധില പറയുന്ന ശുദ്ധ കളവാണ്, പച്ച നുണയാണ് എന്ന് സക്കരിയ പറഞ്ഞിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൂറ് ആണ് ലോകത്താദ്യം പടച്ചതെന്നതിന് യാതൊരു തെളിവുമില്ല. അപ്പൊ ഞാൻ അതിന് മറുപടി പറഞ്ഞു, ഹദീസിലുണ്ട്, മുസന്നഫിലുണ്ട്. അപ്പൊ സക്കരിയ ചോദിച്ചു, മുസന്നഫിൽ എവിടെയുള്ളത്? അപ്പൊ ഞാൻ പറഞ്ഞു, ഉണ്ട് മുസന്നഫിൽ. ഇതാ ആ നഷ്ടപ്പെട്ട, നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത ഹദീസ് ഇതാ മുസന്നഫിന്റെ ആ നഷ്ടപ്പെട്ട കോപ്പിയുടെ ഭാഗങ്ങൾ ഇതാ എന്റെ കയ്യിൽ എന്ന് പറഞ്ഞ് ഹദീസൊക്കെ ഞാൻ വായിച്ചു കൊടുത്തിരുന്നു. അതിനെക്കുറിച്ച് ആ മറുപടി ചെന്നപ്പോ ഹനീഫ മൗലവി ആകെ അന്തം വിട്ടിരുന്നു. അപ്പൊ മൂപ്പര് പുതിയ ജനങ്ങളാകെ കബളിപ്പിക്കണം, എന്തോ ഒരു ഹലാക്ക് മൂപ്പരെ കയ്യിലുണ്ട് എന്ന രൂപത്തിൽ ഭയങ്കരമായ വെല്ലുവിളിയാണ്. ഒന്ന് കേട്ടോളൂ നിങ്ങൾ അയാളാ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നൂറുമായി ബന്ധപ്പെട്ട് അതാണ് സൃഷ്ടിച്ചതെന്ന് പറഞ്ഞത് ഞങ്ങൾക്കറിയാം, നിങ്ങളത് ഉയർത്തിക്കാണിക്കുമെന്ന്. പക്ഷേ വെല്ലുവിളിക്കുന്നു ഈ ചാലിയത്ത് വെച്ച്. ഇനി ഇവിടെ പ്രസംഗിക്കുന്നുവെങ്കിൽ സഖാഫിമാര് മറുപടി പറയണം. ആരാണ് ആ മുസന്നഫ് അബ്ദുർ റസാഖ് പുറത്തിറക്കിയത്? ജുസൂൽ മഫ്ഖൂദ് എന്ന് പറഞ്ഞ് നഷ്ടപ്പെട്ട ചില ഹദീസുകൾ, മുസന്നഫ് അബ്ദുർ റസാഖിൽ നിന്ന് നഷ്ടപ്പെട്ട ചില ഹദീസുകൾ എന്ന് പറഞ്ഞ് ആ ഉണ്ടാക്കിയ പുസ്തകം അതാരാ പുറത്തിറക്കിയത്? ആരാ അതിന് അവതാരിക എഴുതിയത്? എവിടെ നിന്നാ അത് പുറത്തിറങ്ങിയത്? എവിടെ നിന്നാ അതിന്റെ കയ്യെഴുത്ത് പ്രതി കിട്ടിയത്? ഏത് കൊല്ലമാണ് അതിന്റെ കയ്യെഴുത്ത് പ്രതി രേഖപ്പെടുത്തിയത്? ആ കയ്യെഴുത്ത് പ്രതി ഉണ്ടാക്കാൻ അവലംബിച്ച കയ്യെഴുത്ത് പ്രതി എവിടെയാണുള്ളത്? നിങ്ങൾ വിചാരിക്കും, ഇതൊക്കെ എന്തിനാ ഇങ്ങനെയൊക്കെ ചോദിക്കണോ ഒരു കിതാബ്? അത് ചോദിച്ചിട്ട് ഇതൊക്കെ ചോദിക്കണോന്ന് സഖാഫി ചോദിച്ചാൽ അപ്പൊ അതിന്റെ മറുപടി ഞാൻ പറയാം. അതിന്റെ മറുപടി നമ്മളെ കയ്യിൽ ഉള്ളതുകൊണ്ടാ. നിങ്ങളൊക്കെ ഒരു മറുപടിയെങ്കിലും ഉണ്ടായല്ലോ, അൽഹംദുലില്ലാ. വലിയ സന്തോഷം തന്നെ. എനിക്ക് അതിൽ വലിയ താല്പര്യമുണ്ട്. എന്നാൽ അടുത്ത പ്രാവശ്യങ്ങൾ ആ മറുപടി ഒന്ന് പറയണം. എനിക്ക് അത്രേ പറയേണ്ടതുള്ളൂ. വലിയ വായിൽ മൂപ്പരെ വെല്ലുവിളിയാണ് ഇപ്പോ. ഓരോണത് കണ്ടുപിടിച്ചത്, ഓരോണത് പ്രസിദ്ധീകരിച്ചത്. എന്നാ ഞാൻ ഓരോന്നിനും മറുപടി പറയാം. വെക്ക് ഓരോ ചോദ്യം കിതാബെടുക്ക്. സഖാഫിമാര് മറുപടി പറയണം. ആരാണ് ആ മുസന്നഫ് അബ്ദുർ റസാഖ് പുറത്തിറക്കിയത്? മറുപടി പറയുന്നു, അദ്ദുക്തൂർ ഈസ ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു മുഹമ്മദ് ഇബ്നു മാനി അൽ ഹുമൈരി. അതായത് ദുബൈയിലെ ഔഖാഫിന്റെ ഇസ്ലാമിക് മതകാര്യ വകുപ്പിന്റെ മുൻ ഡയറക്ടറായിരുന്ന വിശ്രുത പണ്ഡിതനാണ്. അദ്ദുക്തൂർ ഈസ ഇബ്നു അബ്ദുല്ലാ എന്ന് പറയുന്ന മഹാപണ്ഡിതനാണ്. അദ്ദേഹമാണ് ഇത് പുറത്തിറക്കിയിട്ടുള്ളത്. ചോദ്യം വരട്ടെ, ഒന്നാം ചോദ്യത്തിന്റെ മറുപടി. ആരാ അതിന് അവതാരിക എഴുതിയത്? കേട്ടോ, ഞാൻ പറഞ്ഞു തരാം. അവതാരിക എഴുതിയ ആള് തഖരീദുദ് ദുക്തൂർ അൽ മുഹദ്ദിസ് മഹ്മൂദ് സഈദ് മംദൂഹ് അൽ മിസ്രി അശ്ശാഫിഈ. രണ്ടാം ചോദ്യത്തിന്റെ മറുപടി. ഈ അടുത്ത ചോദ്യം ചോദിക്കേ. എവിടെ നിന്നാണ് അത് പുറത്തിറങ്ങിയത്? പുറത്തിറങ്ങിയാൽ ദുബൈയിൽ നിന്നാണ് ഇത് പുറത്തിറങ്ങിയിട്ടുള്ളത്. ചോദിക്ക. എവിടെ നിന്നാ അതിന്റെ കയ്യെഴുത്ത് പ്രതി കിട്ടിയത്? ഇന്ത്യയിൽ നിന്നാണ് അതിന്റെ കയ്യെഴുത്ത് പ്രതി കിട്ടിയത്. സയ്യിദ് മുഹമ്മദ് അമീൻ ബറക്കാത്തി അൽ ഖാദിരി എന്നിവരിൽ നിന്നാണ് അത് കിട്ടിയത്. പറയൂ. ഏത് കൊല്ലമാണ് അതിന്റെ കയ്യെഴുത്ത് പ്രതി രേഖപ്പെടുത്തിയത്? ഹിജ്റ 933 റമളാൻ 9 തിങ്കളാഴ്ച ദിവസമാണ് അതിന്റെ കയ്യെഴുത്തു പ്രതി ആ കയ്യെഴുത്തു പ്രതിയിൽ നിന്ന് വിരമിച്ചത്. ആ കയ്യെഴുത്ത് പ്രതി ഉണ്ടാക്കാൻ അവലംബിച്ച കയ്യെഴുത്ത് പ്രതി എവിടെയാണുള്ളത്? അത് ഇമാം ഖസ്തല്ലാനിയും ഇമാം സുയൂത്തിയും ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമിയും ഒക്കെ അവലംബിച്ച ഏത് കയ്യെഴുത്തു പ്രതിയാണോ അതേ പ്രതിയിൽ നിന്നാണ് ഇവരും അത് രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. പറഞ്ഞ മറുപടി എനിക്കൊന്ന് കേൾക്കണം. ചോദ്യം കഴിഞ്ഞില്ലേ? മൂപ്പർ ആ പൂജ്യം തീർന്നോട്ടെ, ഇനി മറുപടി പറയും, എനിക്കൊന്ന് കേൾക്കാലോ. മൂപ്പറെ വെല്ലുവിളി കേട്ടപ്പോ എന്തോ വലിയൊരു സംഗതി പോലെയൊക്കെ ഒരു പൊട്ടാത്ത ബോംബുണ്ട് എന്ന് തോന്നിപ്പോയി. വാ, എന്നിട്ട് നമുക്കൊന്ന് നോക്കുക. നമുക്ക് ആ മറുപടി ഒന്ന് കയറാം. എന്താ അതിന് തകരാറ് നോക്കുക. പല പല തെളിവുകൾ മുന്നിൽ നിരന്നപ്പോൾ പഹയന്മാർ വിയർപ്പതിൽ മുങ്ങിയേ. അടിതെറ്റി സലഫികൾ നട്ടം തിരിഞ്ഞയോ, വെറുക്കപ്പെട്ടവർ വീണു കാളിയേ. പല പല തെളിവുകൾ മുന്നിൽ നിരന്നപ്പോൾ പഹയന്മാർ വിയർപ്പതിൽ മുങ്ങിയേ. അടിതെറ്റി സലഫികൾ നട്ടം തിരിഞ്ഞയോ, വെറുക്കപ്പെട്ടവർ വീണു കാളിയേ.